രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായയാണ്. ഇതിൽ ഞാൻ മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും അറിയണതായിരിക്കും അല്ലേ. എന്നാലും ചിലവർക്ക് ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇതേവരെ ട്രൈ ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ആദ്യം നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 3 വലിയ നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. പഴം എടുക്കണ സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, അതുപോലെ ഒട്ടും പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത്. ഏകദേശം ഒരു ഇടത്തരം പഴം വേണം എടുക്കാനായിട്ട്. പഴുപ്പില്ലാത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്വാദ് ഉണ്ടാവില്ല കഴിക്കാൻ. അതുപോലെ തന്നെ പഴുപ്പ് കൂടിയ പഴമാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പ് കൊണ്ടുവരാനും പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 7 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ഇത് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഇടണില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ഒരുപാട് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ കളറൊന്നും മാറാനായിട്ട് നിൽക്കരുത്. അതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. ഈ പഞ്ചസാര ഒന്ന് ജസ്റ്റ് അലിഞ്ഞ് വന്നാൽ മതി. അതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി ചെറു ചൂടോടെ തന്നെ ഈ പഴത്തിൻ്റെ തോലൊക്കെ മാറ്റി നടുക്കില ആരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ ശേഷം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തോലൊക്കെ മാറ്റി ആരൊക്കെ മാറ്റിയ ശേഷവും സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഈ ഒരു രീതിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ആ ഒരു രീതിക്കും ചെയ്യാറുണ്ട്. ഇനി ചെറു ചൂടോടെ തന്നെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ചൂടുള്ള കാരണം നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഡോ പോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് മാഷായ ശേഷം ഞാൻ തവി കൊണ്ട് നല്ല പേസ്റ്റ് പോലെ ആക്കുക കേട്ടോ. മിക്സി ജാറിൽ ഇട്ടിട്ട് ഇത് ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടില്ല. അതിന് ശേഷം ഞാൻ നെയ്യ് ഒന്ന് കയ്യിൽ ചെറുതായിട്ടൊന്ന് തടവി കൊടുത്ത ശേഷം ഓരോ ബോൾസായിട്ട് ഇങ്ങനെ എടുത്ത ശേഷം മറ്റേ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിക്കായിട്ട് പരത്താനും പാടില്ല, ഒരുപാട് തിന്നായിട്ടും പരത്താൻ പാടില്ല. തിന്നായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് വെക്കണ ഫില്ലിങ് പൊട്ടി വെളിയിൽ വരും. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിക്കണ പോലെ ഉണ്ടാവും. കറക്റ്റായിട്ടൊരു ടേസ്റ്റ് നമുക്ക് ഫില്ലിങ്ങിൻ്റെ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് നടുക്ക് കുഴിയാക്കുക. അതിന് ശേഷം ഫില്ലിങ് അകത്ത് വെച്ച ശേഷം 2 അറ്റവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് കൈവെള്ളയിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉന്നക്കായുടെ ഷേപ്പ് എല്ലാവർക്കും അറിയണതായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ ഒരുവിധം ഷേപ്പായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യണ പോലെ 2 കൈയിലും അപ്പുറം ഇപ്പുറം ഇട്ട് ഒരു പതുക്കെ കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഉന്നക്കായുടെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു രീതിക്കാണ് ചെയ്യാറ്. നിങ്ങൾ ഈ ഒരു കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടാത്തവർ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഉന്നക്കായുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരുക വേണ്ടു. അപ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ. ചൂട് കുറഞ്ഞു പോകരുത്. അങ്ങനെയാണെങ്കിൽ പഴത്തിൽ ഒരുപാട് എണ്ണ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് പറഞ്ഞ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ അപ്പുറവും ഇപ്പുറവും ഗോൾഡൻ നിറാവണ വരെ വറുത്ത് കോരണം. എല്ലാ വശവും ഒരുപോലെ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റുക. അങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്ത് കോരണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളത് പഴത്തിൻ്റെ പഴുപ്പ്. അത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആ ഡോ ഉരുട്ടാൻ ശരിക്കും ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം ഉരുട്ടി ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.